ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് എന്താണ് ആ ഡിഫറൻസ്, പിന്നെ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഏതെല്ലാം സിറ്റുവേഷൻസിലാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഞാനൊരു കുഞ്ഞ് സിറ്റുവേഷൻ പറയാം. ഫ്രിഡ്ജ് തുറന്ന് ഞാൻ ഒരു ആപ്പിൾ എടുത്തു. ഇനി വേറൊരു സെൻറ്റൻസ്. ഫ്രിഡ്ജ് തുറന്നു വെച്ച ശേഷം ഞാൻ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്തു. ഇവിടെ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് നോക്കൂ. ഫ്രിഡ്ജ് തുറന്ന് ഞാനൊരു ആപ്പിൾ എടുത്തു. ഇവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഫ്രിഡ്ജ് തുറന്നു, പിന്നെ ആപ്പിൾ എടുത്തു. ഈ രണ്ട് ആക്ഷൻസും നടക്കുന്നു. ആ രണ്ട് ആക്ഷൻസും തമ്മിൽ ഒരു ടൈം ഗ്യാപ്പില്ല. ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, അല്ലേ? അങ്ങനെയാണ്. അതായത് അത് തമ്മിൽ പെട്ടെന്ന് തന്നെ ഒരേ സമയത്ത് തന്നെയാണ് അത് ചെയ്യുന്നത്. ഒന്ന് ആദ്യം ചെയ്യുന്നു, അപ്പോൾ തന്നെ മറ്റേ ആക്ഷനും ചെയ്യുന്നു. അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു. പക്ഷേ പിന്നീട് പറഞ്ഞ സെൻറ്റൻസ് നോക്കൂ. ഫ്രിഡ്ജ് തുറന്നു വെച്ച ശേഷം ഞാൻ പ്ലേറ്റ്സ് വാഷ് ചെയ്തു. ഫ്രിഡ്ജ് തുറന്നു വെച്ച ശേഷം, അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു വെച്ചു, പിന്നെ പ്ലേറ്റ്സ് വാഷ് ചെയ്തു. അവിടെയും രണ്ട് ആക്ഷൻസ് ഉണ്ട്. പക്ഷേ ഫ്രിഡ്ജ് തുറന്നു വെച്ചു, അതൊരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. ആ ആക്ഷൻ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ടൈം ഗ്യാപ്പ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് അത് നോക്കാം. ആദ്യം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അത് വേർബിൻ്റെ ബേസ് ഫോമിനോട് കൂടി ING ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ടീച്ച്. ടീച്ച് എന്നത് പഠിപ്പിക്കുക, അതിൻ്റെ കൂടെ ഒരു ING ഫോം ചേർത്താൽ ടീച്ചിങ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ ആ ഒരു ഫോം കിട്ടി. അപ്പോൾ വേർബിൻ്റെ ബേസ് ഫോം പ്ലസ് ING ആണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ചെയ്യുന്ന ഒരു രീതി. ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹാവിങ് പ്ലസ് V3 ഫോം. ഹാവിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ V3 എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹാവിങ് പ്ലസ് V3, അതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ടീച്ച് എന്നാണ് വേർബ് എങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചെയ്യുന്നത് ഹാവിങ് പ്ലസ് V3. ടീച്ച് എന്നതിൻ്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ടോട്ട്. ടീച്ച്, ടോട്ട്, ടോട്ട്. അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഫോം ആണെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഫോം എന്താ? ഹാവിങ് പ്ലസ് V3. അപ്പോൾ ഹാവിങ് ടോട്ട് എന്നാണ്. ഇനി ഏത് സിറ്റുവേഷനിലാണ്? ഇനി അത് ഒരു എക്സാമ്പിൾ സെൻറ്റൻസിൽ കൂടി നമുക്കത് മനസ്സിലാക്കാം. ആദ്യം ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞല്ലോ. ഫ്രിഡ്ജ് തുറന്ന് ഞാൻ ഒരു ആപ്പിൾ എടുത്തു. അവിടെയാണ് നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കേണ്ടത്. ഫ്രിഡ്ജ് തുറന്ന് ഒരു ആപ്പിൾ എടുത്തു. ഓപ്പണിംഗ് ദ ഫ്രിഡ്ജ് ഐ ടുക്ക് ആൻ ആപ്പിൾ. ഓപ്പണിംഗ് എന്നത് ഓപ്പൺ പ്ലസ് ING, അവിടെയാണ് ഓപ്പണിംഗ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് ആക്ഷൻസ് നടക്കുന്നു, പക്ഷേ ആ ആക്ഷൻസ് തമ്മിൽ അധികം ഒരു ടൈം ഗ്യാപ്പ് ഇല്ല. പെട്ടെന്ന് തന്നെ ഒരു കാര്യം ചെയ്ത് മറ്റേ കാര്യവും ചെയ്തു. ഒരു കാര്യം ചെയ്യുന്നു, അപ്പോൾ തന്നെ മറ്റേ കാര്യവും ചെയ്യുന്നു. ഇനി ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഫ്രിഡ്ജ് തുറന്നു വെച്ച ശേഷം ഞാൻ പ്ലേറ്റ്സ് വാഷ് ചെയ്തു. ഒരു കാര്യം കഴിഞ്ഞു, ഫ്രിഡ്ജ് തുറന്നു വെച്ചു, അത് കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നത്. അവിടെ ഹാവിങ് ഓപ്പൺഡ് ദ ഫ്രിഡ്ജ് ഐ വാഷ്ഡ് ദ പ്ലേറ്റ്സ്. ഹാവിങ് ഓപ്പൺഡ് ദ ഫ്രിഡ്ജ്, അപ്പോൾ ഫ്രിഡ്ജ് തുറന്നു വെച്ചു എന്നുള്ള ആ ഒരു ആക്ഷൻ കഴിഞ്ഞു. അത് കംപ്ലീറ്റഡ് ആയുള്ള ഒരു ആക്ഷനാണ്. അത് കഴിഞ്ഞ് ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ് വാഷ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത ആക്ഷൻ. അതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവിങ് ഓപ്പൺഡ്, ഹാവിങ് പ്ലസ് V3 ഫോം. ഓപ്പൺ എന്ന വേർബിൻ്റെ V3 ഫോമാണ് ഓപ്പൺഡ്. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. ഇനി വേറൊരു സെൻറ്റൻസ്. ചോക്ക് എടുത്തുകൊണ്ട് ടീച്ചർ എഴുതാൻ തുടങ്ങി. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന ആക്ഷനാണ്. ചോക്ക് എടുക്കുന്നു, അപ്പോൾ തന്നെ എഴുതുന്നു. പിക്കിംഗ് അപ്പ് എ ചോക്ക് പീസ് ടീച്ചർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. പിക്കിംഗ് അപ്പ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. പിക്കപ്പ് എന്ന വേർബിനോട് കൂടി ING ചേർത്ത് പിക്കിംഗ് അപ്പ് ആക്കി. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടി. പിക്കിംഗ് അപ്പ് എ ചോക്ക് പീസ് ടീച്ചർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. ടീച്ചർ എഴുതാൻ തുടങ്ങി.
ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ, ടീച്ചർ ഒരു ചോക്ക് പീസ് എടുത്ത ശേഷം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അതെങ്ങനെ പറയും? ഇവിടെ രണ്ട് ആക്ഷൻസ് ഉണ്ട്. ഇവിടെയുള്ള രണ്ട് ആക്ഷൻസും ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഹാവിങ് പിക്ഡ് അപ്പ് എ ചോക്ക് പീസ്, ടീച്ചർ എക്സ്പ്ലെയിൻഡ് ദ ലെസൺ. ടീച്ചർ ചോക്ക് പീസ് കയ്യിലെടുത്തു, അത് ഒരു കാര്യം കഴിഞ്ഞു. ആ ഒരു കാര്യം ഒരു കംപ്ലീറ്റഡ് ആക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ടീച്ചർ വേണമെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവാം. അത് കഴിഞ്ഞ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇനി ഹാവിങ് പിക്ഡ് അപ്പ് എ ചോക്ക് പീസ്, ടീച്ചർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ടീച്ചർ ചോക്ക് കയ്യിലെടുത്ത് പിടിച്ചു, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാവാം ടീച്ചർ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ഐഡിയയാണ് നമുക്ക് കൺവേ ചെയ്യേണ്ടതെങ്കിൽ ആ രീതിയിലും പറയാം. കാരണം നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ പറയാം. രണ്ട് ആക്ഷൻസ് തമ്മിൽ കുറച്ചൊരു ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാം. അതല്ല ഒരുമിച്ച് തന്നെ ടീച്ചർ ചോക്ക് എടുത്തു എഴുതാൻ തുടങ്ങി എന്നാണെങ്കിൽ പിക്കിംഗ് അപ്പ് എ ചോക്ക് പീസ്, ടീച്ചർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ, ഈ രണ്ട് ആക്ഷൻസ് തമ്മിൽ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. അതല്ല ഒരുമിച്ച് തന്നെയാണ് ആക്ഷൻ നടക്കുന്നത്, അവിടെ ടൈം ഗ്യാപ്പ് ഒന്നും ഇല്ല എങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ. സീയിങ് ദ ഡോഗ് ഹി റാൻ അവേ. സീയിങ് ദ ഡോഗ് ഹി റാൻ അവേ. ഡോഗിനെ കണ്ട ആ സമയം തന്നെ അവൻ ഓടി. കണ്ട ആ സമയം തന്നെ അത് സംഭവിച്ചു. സീയിങ് ദ ഡോഗ് ഹി റാൻ അവേ. അവിടെ നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിച്ചത്. സി പ്ലസ് ING, സീയിങ്. രണ്ടും ഒരുമിച്ച് തന്നെയാണ് ആ ആക്ഷൻ നടക്കുന്നത്. ഒരു കാര്യം നടന്നു, അപ്പോൾ തന്നെ അത് കണ്ടപ്പോൾ തന്നെ ആൾ ഓടി. അതേസമയം ഹാവിങ് സീൻ ദ ഡോഗ് ഹി റാൻ അവേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം ഗ്യാപ്പ് വന്നു. ഡോഗിനെ കണ്ടു, അതിനുശേഷം അവൻ ഓടി എന്നാണ് വരുന്നത്. ഹാവിങ് സീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സീൻ എന്നത് സി എന്ന വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ആക്ഷൻസും തമ്മിൽ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ. ഓപ്പണിംഗ് ദ ബാഗ് ഐ ടുക്ക് ഔട്ട് എ പെൻ. ബാഗ് തുറന്ന് ഞാനൊരു പേന എടുത്തു. ഓപ്പണിംഗ് ദ ബാഗ് അവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. ഓപ്പണിംഗ്, ഓപ്പൺ പ്ലസ് ING, ഓപ്പണിംഗ് ദ ബാഗ്. രണ്ടും ടൈം ഗ്യാപ്പില്ല. ബാഗ് തുറന്നു, പെന്നെടുത്തു. ഹിയറിംഗ് എ നോയ്സ് ഹി വോക്ക് അപ്പ്. ഹിയറിംഗ് എ നോയ്സ്, ഒരു നോയ്സ് കേട്ടപ്പോൾ അപ്പോൾ തന്നെ അവൻ എണീറ്റു. ഹി വോക്ക് അപ്പ്, ആ ശബ്ദം കേട്ടിട്ട് അവൻ എണീറ്റു. അപ്പോൾ ഹിയറിംഗ് എന്നത് പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷൻസ് ആണ്. ഹിയറിംഗ് ദ നോയ്സ് കേട്ടത് തന്നെയാണ് ആദ്യം നടക്കുന്നത്, പക്ഷേ അപ്പോൾ തന്നെ ഒരു ടൈം ഗ്യാപ്പ് ഇല്ലാതെ അടുത്ത ആക്ഷൻ നടന്നു. ഹിയറിംഗ്, അപ്പോൾ ആ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്നത് ആദ്യം നടന്ന ആക്ഷൻ തന്നെയാണ്. നോയ്സ് കേട്ടിട്ടാണല്ലോ ഉണർന്നത്. ഹാവിങ് കുക്ക്ഡ് ഫുഡ് ഷീ വാഷ്ഡ് ഹെർ ക്ലോത്ത്സ്. ഹാവിങ് കുക്ക്ഡ് ഫുഡ് ഷീ വാഷ്ഡ് ഹെർ ക്ലോത്ത്സ്. നോക്കൂ, ഹാവിങ് കുക്ക്ഡ്, അവിടെ നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിച്ചത്. ഹാവിങ് കുക്ക്ഡ് എന്നത് V3 ഫോമാണ്. കുക്ക് ചെയ്ത ശേഷം അവൾ അവളുടെ ഡ്രസ്സ് വാഷ് ചെയ്തു. അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഹാവിങ് കുക്ക് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റഡ് ആയ ആക്ഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സസ് വാഷ് ചെയ്യുന്നത്. ഹാവിങ് വാഷ്ഡ് ഹെർ ക്ലോത്ത്സ് ഷീ വെൻറ്റ് ടു ഓഫീസ്. ഹാവിങ് വാഷ്ഡ് ഹെർ ക്ലോത്ത്സ് ഷീ വെൻറ്റ് ടു ഹെർ ഓഫീസ്. വാഷ് ചെയ്ത ശേഷം ഹാവിങ് വാഷ്ഡ് അവിടെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളാണ്. വാഷ്ഡ് എന്നത് V3 ഫോമാണ്. അപ്പോൾ ഡ്രസ്സസ് വാഷ് ചെയ്ത ശേഷം അവൾ ഓഫീസിലേക്ക് പോയി. ഹാവിങ് വാഷ്ഡ് ഹെർ ക്ലോത്ത്സ് ഷീ വെൻറ്റ് ടു ഓഫീസ്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അതുപോലെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ.